എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കയറാനുള്ള സമയമാകുന്നു. വളരെ സന്തോഷം എല്ലാവരും അവരവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് എത്തിച്ചേർന്നതിൽ. അടുത്തതായിട്ട് നമുക്ക് സ്ഥിരം വരുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും പരിചയപ്പെടുത്തി. അപ്പോൾ വർഗീസേട്ടനെ ക്ഷണിക്കുകയാണ്. വർഗീസേട്ടൻ നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആണ്. വർഗീസേട്ടൻ നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫ്രൈഡേ വിസ്ഡം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ വിഷയം ധർമ്മവും തൊഴിലും. ധർമ്മം എന്താണെന്നുള്ളത് പലരും അന്വേഷിച്ചിട്ടുള്ള എപ്പോഴും ഒരു സത്യാന്വേഷിയായിട്ടുള്ള ഒരാൾക്ക് എൻ്റെ പർപ്പസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എങ്കിലും ഉദിച്ചു കാണും. അതിന് പുറകെ പലരും അന്വേഷിച്ച് നടക്കുന്നുമുണ്ട്. പക്ഷെ ശരിക്കുള്ള ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ധർമ്മം എന്താണ്? ധർമ്മമാണോ നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധർമ്മമാണോ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊക്കെയുള്ള ക്വസ്റ്റ്യന് ഇപ്പൊ പല അന്വേഷണത്തിന്റെയും ഇതായിട്ട് നമ്മൾ ഇവിടെ ഒരു ആൻസർ കണ്ടെത്തുന്നത് പ്രകൃതിയുടെ തത്വശാസ്ത്രത്തിൽ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. കാരണം ഇതൊരു ഡീപ്പ് ഇക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്, ഡീപ്പ് ഇക്കോളജിക്കൽ ദർശനം ആണ്. സന്തോഷ് ഒളിമ്പസിന്റെ ഡീപ്പ് ഇക്കോളജി ദർശനത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇവിടുത്തെ ഈ പ്രോഗ്രാം എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള എല്ലാ ചിന്തകളും ആ ഒരു ബേസിലാണ്. അപ്പൊ ആ തത്വചിന്തയിൽ, പ്രകൃതി തത്വചിന്തയിൽ ധർമ്മം എന്താണ് എന്നുള്ളതിനെ പറ്റി, ആ ധർമ്മത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നതും, അങ്ങനെ ഒരു കണക്ഷനെ ശരിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ജീവിതത്തിന്റെ ഉദ്ദേശം ശരിക്കുള്ളതിലാണോ നമ്മൾ പെടുന്നത്, അതോ ഈ പല ഇതിലും മാറി ഇങ്ങനെ നമുക്ക് ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിലും അങ്ങോട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റാത്തതിന്റെ അപ്പോഴാണ് നമ്മൾ കാരണം അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല? നമ്മൾ പല മേഖലയിലും ജോലി ചെയ്തും സ്വയം പണികൾ ചെയ്തും ഒക്കെ നോക്കിയിട്ടും സന്തോഷം കിട്ടാൻ പറ്റാത്തതും സ്വാസ്ഥ്യം കിട്ടാൻ പറ്റാത്തതുമായിട്ട് അവസരങ്ങളിൽ പലപ്പോഴും ഇതുപോലെ ഈ ഒരു അന്വേഷണം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ വളരെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്. കാരണം ഇനിയുള്ള കാലത്ത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ആ അറിവുകൾ, ആ ബോധ്യങ്ങൾ ഉണ്ടായെങ്കിലേ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ശരിക്കുള്ള ക്ലാരിറ്റി കിട്ടുള്ളൂ. ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഡീപ്പ് ഇക്കോളജിക്കൽ വിസ്ഡം എന്നുള്ളൊരു രീതിയിലാണ് ഈ പ്രോഗ്രാം എല്ലാം ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതും. ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു ബദൽ ആയിട്ട് ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും ഒരു ബദലായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഇക്കോ വില്ലേജ്, സ്വാശ്രയത്വ ഗ്രാമമുള്ള ഒരു ഗ്രാമത്തെ, ഒരു മോഡൽ വില്ലേജ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളൊരു അന്വേഷണത്തിലും കൂടെയാണ്. അതിനൂടെയുള്ളൊരു അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മളിവിടെ പാടുകുരു ഇക്കോ വില്ലേജ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇപ്പം. അപ്പം അതിനായിട്ട് പലരെയും അതിൻ്റെ അകത്ത് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിനും കൂടെയാണ് ഇതുപോലുള്ള എഡ്യൂക്കേഷൻ ഇവിടെ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് വരുന്നവരെ നമ്മൾ അതിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ പല വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലായിട്ട് ഈ ഒരു ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനുള്ള ഇതുകൊണ്ട് ഇൻവാലുവേഷനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പോകാവൂ. അപ്പം അതിലേക്കായി സന്തോഷ് ഒളിമ്പസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പൊ ഇനി പൊന്നിയുടെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടെ പറയാം. ഈ പ്രസ്ഥാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പൊന്നി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു വർഗീസേട്ടാ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് പൊന്നി ഒളിമ്പ. പാലക്കാട് തത്തമംഗലത്തുള്ള നവഗോത്ര ഗുരുകുലത്തിലാണ് താമസം. 99 മുതൽ ഞാൻ ഈ ഒളിമ്പസ് എന്നുള്ള ഈ ഒരു ദർശനത്തെ പരിചയപ്പെടുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ പ്രയോഗിച്ചു വരികയും ചെയ്യുന്നു. 2 മക്കളാണുള്ളത്. സന്തോഷ് ഒളിമ്പസ് ആണ് എന്റെ ഗുരു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോ ഇന്നത്തെ പരിപാടി ഫ്രൈഡേ വിസ്ഡം എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും നടത്തി വരുന്നുണ്ട്. വർഗീസേട്ടൻ സൂചിപ്പിച്ചിരുന്നു, നമ്മള് പ്രകൃതിയെ, അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച്
ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വരികയാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറിവിന്റെ പരിധിയിൽ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണോ എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വഴി പ്രകൃതി തന്നെ നമുക്ക് മുന്നിൽ കൊണ്ടു തരും എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. അപ്പോ ഇത് 1981 കുട്ടികളുടെ ഒരു സയൻസ് ക്ലബായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് 96 ഇതിനൊരു ദർശനത്തിന്റെ രൂപം കൈവരുന്നത്. പ്രകൃതി എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനം, നമ്മുടെ അതായത് മനുഷ്യരുൾപ്പെടെ ഒരുപാട് ജൈവരാശികൾ ഇവിടെ ഉണ്ട്, അതിൽ നമുക്കാണ് നമ്മൾ എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, നമ്മുടെ ഓരോ ഇടപെടൽ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ വളരെ ചെറുപ്പം മുതലേ പല തരത്തില് മനസ്സിലാക്കി വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയ്യോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു അവസ്ഥ ഇപ്പൊ മറ്റെല്ലാ ജീവികൾക്കും അവർക്ക് എന്തൊരു ക്രൈസിസ് വന്നാലും, ഈവൻ ഒരു അസുഖം വന്നാൽ പോലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു തോന്നൽ വരും, ഒരു ചോദന വരും. അപ്പൊ അവരതിനനുസരിച്ച് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. പക്ഷെ നമുക്ക് മനുഷ്യന് മാത്രമാണ് ഈ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട്, അതായത് ചെറുപ്പം മുതലേ നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള മനുഷ്യരുടേത് മാത്രമായിട്ടുള്ള ഒരു വ്യവസ്ഥ രൂപപ്പെടുത്തി വന്നിട്ടുണ്ട്. ഇന്നത് വന്ന് ടെക്നോളജിയുടെ അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് എത്രത്തോളം പ്രകൃതിയിൽ ഇടപെടണമോ അതിൽ നിന്നും പരമാവധി മാറി നമുക്ക് എന്റർടൈൻമെന്റിനുള്ള ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ടുള്ള ഒരു ഇടപഴകൽ വളരെ കുറച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇന്ന് ടെക്നോളജി സംഭാവന ചെയ്തിട്ടുള്ളത്. നമ്മളത് വളരെ സൗകര്യപ്രദമായി അനുഭവിക്കുന്നുണ്ടെങ്കിലും ഏട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഈ ചുടുവെള്ളത്തിൽ വീണ തവള എന്ന് പറയുന്നത്, അതായത് പച്ചവെള്ളത്തിൽ തവള വീണ് കിടക്കുന്നു, പതുക്കെ പതുക്കെ ആ വെള്ളം ചൂടായി അവസാനം വെള്ളം തിളയ്ക്കുന്ന സമയത്താണ് തവളയ്ക്ക് അത് ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പോ അത് പിന്നീട് രക്ഷപ്പെടാൻ നോക്കിയാലും കഴിയില്ല, കാരണം അപ്പോഴേക്കും അതിന്റെ ആ ഒരു ശേഷി അല്ലെങ്കിൽ ആ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും പോയിട്ടുണ്ടാവും, വെള്ളം നന്നായി അത് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു അറിവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിഞ്ഞു വന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതില് നമ്മളിങ്ങനെ ചൂട് പിടിച്ച് അതിന്റെ സുഖം ആസ്വദിച്ചു വരികയാണ്. പെട്ടെന്ന് പലപ്പോഴും ചില പ്രളയങ്ങളോ അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വാഭാവികതയിൽ വരുന്നതോ ആയിട്ടുള്ള ചില ക്രൈസിസ് വരുന്ന സമയത്താണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോ ആ പ്രശ്നത്തിന്റെ മൂർച്ച ഉള്ള അവസ്ഥയിൽ ആ പീക്കിൽ പോയിട്ട് നമുക്ക് പ്രശ്നം പരിഹാരം കിട്ടണമെന്നില്ല. അപ്പോ അങ്ങനെ വരുന്നതിന് മുന്നേ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നിലനിൽക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് 1997-96 കാലഘട്ടം മുതൽ സന്തോഷ് ഒളിമ്പസ് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സഹവാസം അല്ലെങ്കിൽ സത്സംഗം അല്ലെങ്കിൽ പ്രഭാത സത്സംഗം അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ വെള്ളിയാഴ്ച പരിപാടിയിലൊക്കെ നമ്മൾ നൽകുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ ഒന്ന് പതുക്കെ സഞ്ചരിച്ച് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകാൻ ഇനി എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്ന് മനസ്സിലാക്കി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അതിനൊന്നും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല, പുറത്തുനിന്ന് വരുന്നതിനൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ അകത്തു നിന്ന് നമ്മുടെ എന്ത് നിലപാടെടുക്കണം, ഏത് രീതിയിൽ അതിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിന് കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ അകത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാധ്യതയെ പരമാവധി പറഞ്ഞ് അത് പ്രയോഗിച്ച് വരുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഡീപ്പ് ഇക്കോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രകൃതിയുടെ ആഴ പരിസ്ഥിതി എന്ന് പറയാം നമുക്ക്, അത് ആഴതലങ്ങൾ. അപ്പൊ നമ്മളിപ്പം കാണുന്ന കുറെ കാര്യങ്ങൾ ഇതുണ്ട്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, സംരക്ഷിക്കേണ്ടതില്ല, അതാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ പ്രവർത്തന രീതികളെ ഒന്ന് മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രൂപപ്പെടുത്തൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പല പരിപാടികളിലൂടെ നമ്മൾ കേൾക്കാൻ സാധിക്കും. എല്ലാം കേൾക്കുക പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ കേൾവി കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മനസ്സിലാകാൻ സാധിക്കണമെന്നില്ല. കാരണം നമ്മൾ ശീലിച്ചു വന്ന ഒരു ഭാഷാ രീതിയോ അവതരണ രീതിയോ വിശദീകരണ രീതിയോ ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടുന്ന് കേൾക്കുന്നത്. അപ്പൊ അതൊന്ന് പതുക്കെ കേട്ട് ഓരോ വാക്കും അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാകാത്തത് ചോദിച്ച് മനസ്സിലാക്കി വരിക. പിന്നെ നമ്മളെ പറഞ്ഞല്ലോ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേസിൽ നമ്മൾ നേരിട്ടുള്ള പരിപാടികൾ നമ്മുടെ ഐക്കോ വില്ലേജിൽ വെച്ച് നടത്തുന്നുണ്ട്. ആലത്തൂരാണ് സ്ഥലം. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് കൂടുതലായിട്ട് അറിയാം, പരിചയപ്പെടാം. ചെറിയ എന്താ പറയാ പരിചയപ്പെടുത്തലിൽ പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്കാണ് പറയുന്നത്. കൂടുതൽ കോൺടാക്ട്സിനായിട്ടാണ് നമ്പർ ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ പറ്റി ചുരുക്കി പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്രകൃതി ബോധ്യമുള്ള ഒരു കൂട്ടുകുടുംബത്തിലേക്ക് സ്വാഗതം. ഇതിലൂടെ അതായത് ഇത് കേട്ട്
മിണ്ടാതെ പോവുക എന്നുള്ളതിനേക്കാൾ എന്ത് എന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളൊക്കെ എത്ര ടെക്നോളജി പറഞ്ഞാലും ഇതൊക്കെ ഇന്ന് പ്രായോഗികമാണോ എന്ന് പറഞ്ഞാലും ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിത പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാതെ ഇരുന്നിട്ടില്ല. അപ്പൊ ആ ചിന്ത പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ്. പ്രകൃതിയിലേക്ക് ശ്രദ്ധിക്കൂ, ഇവിടെ നിങ്ങൾക്കുള്ള പരിഹാരമുണ്ട് എന്ന് ക്ഷണിക്കുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നടപ്പാക്കാൻ പാകത്തിൽ പ്രകൃതി പരുവപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി. അപ്പോൾ ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് സന്തോഷ് ഒളിമ്പസ് ആണ്. അദ്ദേഹം ഒരു ഇക്കോളജിക്കൽ ഫിലോസഫർ ആണ്. അതായത് നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ടതില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അതുപോലെ ഈ ചില പ്രവർത്തന രീതികൾ നമുക്ക് താത്വികമായിട്ട്, അതായത് തത്വപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ സിദ്ധാന്ത രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും, ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം വേണ്ടവർക്ക് അങ്ങനെയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇപ്പോ ആദ്യം സെഷൻ അവതരണം ആണ് ഉണ്ടാവുക, അതായത് വിഷയം ഇന്നതാണെന്ന് പരിചയപ്പെടുത്തലാണ് ഉണ്ടാവുക. ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സമയമാണ്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം അതിലാണ് നമുക്ക് എന്ത് മനസ്സിലായില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ബന്ധുത്വം എങ്ങനെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ഇവാലുവേഷൻ, ഒരു വിലയിരുത്തൽ കൂടി നൽകുകയാണെങ്കിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയം കേട്ട് എല്ലാവരും പോകാതെ എല്ലാവരും ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ അവതരണത്തിലേക്ക് കടക്കാം. ഏട്ടന് സെഷൻ അവതരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. മുഖമുള്ളവർ മുഖം കാണിക്കുക, മുഖമില്ലാത്തവർക്ക് പറഞ്ഞിരിക്കാം. ഇപ്പൊ വന്നതില് കൂടുതൽ പേരും എന്റെ ചേട്ടന്മാരാണ്. പിന്നെ ബാക്കിയുള്ള സഹോദരങ്ങളെ ജീവിതത്തെ രസകരമായും ഭംഗിയായും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനാവശ്യമുള്ള പണം സ്വരൂപിക്കാനായിട്ട് പല പണികൾ ചെയ്യുന്നവരാണ് നമ്മൾ. ഇതില് പണിക്കേ പോകാത്തവരും ഉണ്ട്, പണിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പോകുന്നവരുണ്ട്. ഈ പണി ചെയ്യുക, സമ്പാദിക്കുക, സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും നിർവഹിക്കുക എന്ന രീതിയാണ് നമ്മളിപ്പോ അനുവർത്തിക്കുന്നത്. നമ്മൾ ജനിച്ച കാലം മുതൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എല്ലാവരും അങ്ങനെയാണോ കാണുന്നത്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ കാഴ്ചയെന്നൊന്നും അറിയില്ല. എങ്കിലും പണിക്ക് പോകാതെ അങ്ങനെ ജീവിക്കുന്നതാണ്. തമിഴ് സിനിമയൊക്കെ കാണുമ്പോ നമുക്ക് അതിലെ കഥാപാത്രങ്ങൾ പറയണേക്കാം, പഠിച്ചു, BA പാസ്സായി, ഡിഗ്രി കഴിഞ്ഞു, ഇനി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളുമായി എന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോലിയാണെന്ന് പറയുന്ന ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള പലരും ജോലിക്ക് പോയവരോ ജോലി ചെയ്ത് മുഴുമിച്ചവരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. എന്നിട്ടും ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും പലയിടത്തും പല ബുദ്ധിമുട്ടുകൾ വരുന്നതും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നതും ഒക്കെ കാണാറുണ്ട്. ചിലർ ജോലിക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, വളരെ ആസ്വദിച്ചാണ്. അത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു വിഷയമല്ല ഇവിടെ ഇപ്പൊ അവതരിപ്പിക്കാനുള്ളത്. ജോലി ആസ്വദിക്കുന്നവർ ജോലി ആസ്വദിക്കുക, സമ്പാദിക്കുക, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തക്കാളി വാങ്ങിക്കുക, അടുത്ത ലോക്ക്ഡൌൺ വരുന്ന സമയത്ത് മുകളിലോട്ട് നോക്കി നിൽക്കുക, പ്രളയം വരുന്ന സമയത്ത് കയ്യേന്തി നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതിനൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. ഓക്കെ, അപ്പോ അങ്ങനെ ജോലിക്ക് ഒരു ഡിവിനിറ്റി കൽപ്പിക്കുന്ന ആളുകൾ, ജോലിയാണ് മുഖ്യം, ജോലിയാണ് ജീവിതം എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ തന്നെ ജീവിക്കുക, അതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ജോലിക്ക് പോയിട്ട് അത് പൂർണ്ണമാകുന്നില്ല, ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്നവര്, ജോലി ചെയ്തിട്ടും ആവശ്യത്തിനാവുന്നില്ല, പണമാവുന്നില്ല, സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് എന്താണ് അതിന്റെ കാരണം എന്നവർ അന്വേഷിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അന്വേഷിച്ചെത്തുന്ന പലരും നമ്മുടെ ചില ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഇവിടെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് അത് ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പലരും പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. ഈ ജോലി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. ജോലി ചെയ്യുമ്പോൾ അത് മെച്ചപ്പെടാൻ എന്ത്, വർക്ക് സ്പേസിന് സന്തോഷം കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ എന്താണ് ചെയ്യൽ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വേറെ ചിലർ ചോദിക്കുന്നത് അങ്ങനെയല്ല. അവർ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കും,
എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ പർപ്പസ്, എന്താണ് എന്റെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് ഞാൻ എങ്ങനെയാണ് അറിയുക എന്നുള്ളതൊക്കെ. സത്യത്തിൽ ഇത് രണ്ടും രണ്ട് ചോദ്യമല്ല, ഒരു വിഷയത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ധർമ്മവും തൊഴിലും. ധർമ്മമാണോ തൊഴിൽ, തൊഴിലാണോ ധർമ്മം, രണ്ടും ഒന്ന് തന്നെയാണോ, രണ്ടും വെവ്വേറെയാണോ? ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ഞാൻ ഇവിടെ വിഷയത്തെ അവതരിപ്പിക്കുന്നത് പ്രകൃതി തത്വശാസ്ത്രത്തെ ആധാരമാക്കിയാണ്, പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ്. ഈ പ്രകൃതി എന്നുള്ള സംഭവത്തെ നമ്മുടെ പൊതുലോകത്തേക്ക് ഇറങ്ങിയിട്ട്, ഞാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പൊതുലോകത്തുള്ളവരാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ പ്രകൃതിയെ കാണുന്നത് ഊട്ടിയിലും കൊടൈക്കനാലിലും നെല്ലിയാമ്പതിയിലും ഒക്കെയാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന കാലാവസ്ഥ ഒരുക്കി തരുന്ന, നമ്മള് മനസ്സമാനത്തോടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സമാധാനം കളയാനായിട്ട് പ്രളയം ഒരുക്കി തരുന്ന ഒരു അഭൗമ ശക്തിയാണ് എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം പേരും അങ്ങനെയാണ് കാണുക. പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്തതാണെന്നാണ് പൊതുലോകത്തിന്റെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ പ്രകൃതിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊന്നും നടക്കണ കാര്യമല്ല എന്ന് പറയും. എന്താണ് ഈ നടക്കാത്ത കാര്യം? നിങ്ങളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രകൃതിയോട് ചേർന്നാണ്. നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രകൃതി എന്ന് പറയുന്നത്, എന്നിട്ട് നിങ്ങൾ സൂം ഉപയോഗിക്കുന്നില്ലേ, ക്യാമറ ഉപയോഗിക്കുന്നില്ല? ഈ ക്യാമറയും സൂമും ഒക്കെ പ്രപഞ്ചത്തിന്റെ വെളിയിൽ ഏതോ ഒരു സ്പേസിൽ നിന്ന് കൊണ്ടുവന്നതാണോ? എല്ലാം ഇവിടെ ഉള്ളതാ. ഈ സൂമിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഓരോ ഘടകങ്ങളും പ്രകൃതിയുടെ ഓരോ ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് സന്നിവേശിപ്പിച്ചതാണ്. ഏതുപോലെ? നിങ്ങളുടെ ശരീരത്തെ പ്രകൃതി സന്നിവേശിപ്പിച്ചതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ നിയമങ്ങളും, ഓരോ പ്രതിഭാസങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചാരി സുഖത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ആ ചാരുന്ന സാധനത്തിന്റെ ബലം ഒന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പൊടുന്നതിനെ താഴെ വീഴും. എന്തുകൊണ്ടാ? ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ട്. ഗുരുത്വാകർഷണം ഒരു നിയമമാണ്, പ്രകൃതി നിയമമാണ്. നിയമം എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് വണ്ടി റോഡിൽ ഇറക്കാവൂ, സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ പിഴ കിട്ടും എന്നൊക്കെ പറയുന്ന നിയമങ്ങളാണ് നമുക്കറിയാം. നിയമം എന്ന് പറയുന്നത് നിയതമായി ഇരിക്കേണ്ടത് എന്തോ അത് നിയമം. നിയതമായി പോകേണ്ടതിനെ യമമായി കൽപ്പിക്കുന്നതാണ് നിയമമായിട്ട് വരുന്നത്. അത് മനുഷ്യനിർമ്മിത നിയമമാണ്. പ്രകൃതി നിയമം എന്ന് പറയുന്നത് ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ, അത് ഒടുവിൽ അസ്തമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. ആ പ്രകൃതി നിയമത്തെ ആധാരമാക്കിയിട്ടാണ് ഞാനിവിടെ തൊഴിലിനെയും നിയമിക്കുന്നത്. എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാണൻ നിങ്ങളുടെ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രാണൻ? പ്രാണൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മോട്ടീവ് ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തെ സഞ്ചാലനം ചെയ്യാനുള്ള പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തി നിങ്ങളുടെ അകത്തേക്ക്, ശ്വാസത്തിന്റെ മാർഗത്തിൽ അകത്തേക്ക് കയറി നിങ്ങളുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ അത് അകത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിനകത്തുള്ള സ്വയം നിർദ്ധാരണ ശേഷിയായ ജീവൻ എന്ന പ്രതിഭാസം, സ്വയം നിർദ്ധാരണം വെച്ചാൽ സ്വയമേവ ഉണ്ടാക്കുന്ന, സ്വയം പരിചരിക്കുന്ന, സ്വയം സംരക്ഷിക്കുന്ന, സ്വയം വംശീകരിക്കുന്ന ആ ഒരു പ്രതിഭാസം നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ ഈ ചാലകശക്തി, അതായത് പ്രാണൻ എന്നുള്ള ചാലകശക്തി അടുത്തേക്ക് ചെന്ന് അതിനെ പ്രേരിപ്പിക്കുമ്പോൾ അതിങ്ങനെ പ്രവർത്തിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. ആ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പണക്കാരനാകാം, നിങ്ങൾ ഒരു ശ്രേഷ്ഠ തൊഴിലാളിയാകാം, നിങ്ങൾക്ക് ഒരു മുതലാളിയാകാം, നിങ്ങൾക്ക് ഒരു രാഷ്ട്രത്തെ ഭരിക്കുന്നവനാകാം, നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയാകാം, തെണ്ടിയാകാം, തെമ്മാടിയാകാം, എന്തുമാകാം. ഏതുവരെ? ഈ പ്രാണൻ നിങ്ങളെ വിട്ടുപോകുന്നത് വരെ. അത് കഴിഞ്ഞാൽ അതില്ല. അപ്പൊ നമ്മള് എന്തിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജീവിക്കുന്നത്? നമ്മൾ ഈ കാണുന്ന ലോകത്തെ, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ലോകത്തെ നമ്മൾ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്? പ്രകൃതി നൽകിയ ഈ ശരീരഘടനയും, പ്രകൃതി നൽകിയ ഈ സ്വയം പ്രവർത്തന സംവിധാനമായ ജീവനും, പ്രകൃതി നൽകിയ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്, ആസൂത്രണ വ്യവസ്ഥയുണ്ട്, മനസ്സ്. ആ മനസ്സും പ്രകൃതി നൽകിയ അനുരൂപപ്പെടാനുള്ള ശേഷിയുണ്ട്, ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ്. അതിനാണ് ജ്ഞാനം എന്ന് പറയുക. ജ്ഞാനവും പ്രകൃതി നൽകിയ ഈ മോട്ടീവ് ഫോഴ്സ് ഉണ്ട്, ചൈതന്യം എന്ന് പറയുന്നത്, അതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെതായ സ്ഥലകാല രൂപങ്ങളിൽ, ഭാവഭവങ്ങളിൽ എങ്ങനെ പ്രവർത്തിച്ചു പോരും എന്നുള്ളതാണ്. ഇതിനിടയിൽ നിങ്ങളുടെ ഒരു പല്ലിന് ചെറിയ പ്രശ്നം വന്നാൽ നിങ്ങൾ ദന്തസിന്റെ അടുത്തേക്ക് കൂടും. കാരണം പല്ലുവേദന നിങ്ങൾക്ക് സഹിക്കും. പല്ലുവേദന പല്ലിനല്ല ഉണ്ടാവണം, നിങ്ങൾക്ക് ഉണ്ടാവണം. പല്ലുവേദന
പല്ലിനല്ല, നിങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. കാരണം പല്ലെന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിനകത്തെ ഒരു ഭാഗമാണ്. ഈ പല്ലുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഭക്ഷണം തിന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ചവച്ചരച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. ഈ പല്ലിനകത്ത് കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ പല്ലിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് പല്ല് നൽകിയിട്ടുള്ളത് ആരാ നൽകിയത്? ശരീരം തന്നെ. ശരീരം അതിന് വേണ്ടത് എന്താണോ അറിഞ്ഞ് അവിടെ രൂപകൽപ്പന ചെയ്ത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരീരം ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരത്തിന് ഇതെല്ലാം വേണ്ടി വരുന്നു മനസ്സിലായപ്പോൾ ശരീരം അത് അവിടെ ഉണ്ടാക്കി. അതിന്റെ ഒരു പ്രത്യേക കാലം കഴിഞ്ഞപ്പോൾ അതിനെ നമ്മുടെ പാൽപ്പല്ലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പല്ല് പറഞ്ഞു പോയി, വീണ്ടും വേറെ പല്ല് പോകുന്നു. ഇനി കുറച്ച് കാലം കഴിയുന്നവരെ ഭക്ഷണം കഴിക്ക് പോകേണ്ട അത്രയും കാലം പല്ലവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചത് മതിയെന്നാവുന്ന സമയത്ത് പല്ലോരൊന്ന് പോകാൻ തുടങ്ങും. അപ്പൊ പല്ലെന്നുള്ളത് ശരീരത്തിന്റെ ഒരു ഉപവ്യവസ്ഥയാണ്, ശരീരത്തിനകത്തുള്ള ഒരു വ്യവസ്ഥയാണ്. ഏതുപോലെ ഭൂമിയുടെ അകത്ത് ഒരു കോശമായിട്ട് നിങ്ങൾ നിൽക്കുന്നത് പോലെ. തിരിച്ചു പറയാം, ഭൂമിയുടെ അകത്ത് നിങ്ങൾ നിൽക്കുന്നത് ഭൂമിയുടെ അകത്ത്. വേർ ഡു യു ലീവ് എന്ന് ചോദിച്ചാൽ ഓൺ എർത്ത് എന്നാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ പറയുക. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പലയിടത്തും കേൾക്കാറുള്ളതാ. നിങ്ങളും എങ്ങനെയാണ് ധരിക്കുന്നതെങ്കിൽ എങ്ങനെ ധരിക്കാം. ഭൂമിയുടെ പുറത്ത് നമ്മൾ ആനപ്പുറത്ത് ഇരിക്കുമ്പോഴാണോ ആനയെ നിയന്ത്രിക്കാൻ പറ്റുക? ഭൂമി പുറത്ത് നിൽക്കുമ്പോഴാണോ ഭൂമിയെ നിയന്ത്രിക്കാൻ പറ്റുക? ഭൂമിക്ക് അകത്ത് ജീവിക്കുമ്പോഴോ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അതിന്റെ സുരക്ഷയിൽ, അതിന്റെ സംരക്ഷണയിൽ ഒതുങ്ങി വിധേയപ്പെട്ട് സുഖമായിട്ട് ഹോമിയോസ്റ്റാസിസ് എന്നുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥ. അതുപോലെ ഭൂമിയുടെ അകത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഭൂമിയുടെ ഘടന, സൂര്യൻ നെസ്റ്റഡ് ഹൈറാർക്കി, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം. നെസ്റ്റഡ് ഹൈറാർക്കി അനുസരിച്ച് കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുമ്പോൾ നമ്മൾ ഭൂമിക്കകത്തിരിക്കുന്നു. ഭൂമിക്കകത്തിരിക്കുന്ന നമുക്കകത്ത് പല്ലുകളുണ്ട്, ഹൃദയമുണ്ട്, ഹൃദയത്തിനകത്ത് പേശികളുണ്ട്, പേശികൾക്കകത്ത് കലകളുണ്ട്, കലകൾക്കകത്ത് കോശങ്ങളുണ്ട്, കോശങ്ങൾക്കകത്ത് തന്മാത്രകളുണ്ട്, അതിനകത്ത് മൂലകങ്ങളുണ്ട്. അങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് ഒന്നിനകത്ത് ഇങ്ങനെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. അതിൽ പല്ലിന്റെ കാര്യം ആദ്യം പറഞ്ഞതുപോലെ, ഹൃദയത്തിന്റെ കാര്യം പിന്നെ പറഞ്ഞതുപോലെ, ശരീരത്തിന്റെ ഒരു പ്രവർത്തനം നടപ്പിലാക്കാൻ എന്തു വേണമോ അത് ശരീരം ഉരുവാക്കിയെടുക്കും. ശരീരത്തെ ആദ്യം ഉരുവാക്കുന്നത് ജീവനാണ്. ജീവൻ ശരീരത്തെ ഉരുവാക്കുന്ന സമയത്ത് അത് ഉരുവായി എന്തെല്ലാം വേണമെന്ന് കണ്ട് അതിനെ ഉരുവാക്കിയിടും. ഉരുവാക്കിയിടുമ്പോ ഹൃദയത്തെ ഉരുവാക്കുന്ന സമയത്ത് അതിന് നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് നൽകുന്ന ശേഷിയുണ്ട്. ഹൃദയത്തിന് എന്തൊക്കെ പ്രവർത്തിക്കാൻ, ഇപ്പോ ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പുറത്ത് ചൊറിച്ചിൽ വരുന്ന സമയത്ത് മാന്തുക എന്നുള്ള പ്രവർത്തനമല്ല ഹൃദയത്തിന്റെ. രക്തചംക്രമണം നടത്തുക എന്നുള്ളതാണ്. മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പാകത്തിലുള്ള അറകളും അതിന് പാകത്തിലുള്ള കുഴലുകളും അതിന് പാകത്തിലുള്ള പേശികളും അതിന് പാകത്തിലുള്ള പ്രവർത്തന ക്രമീകരണവും അതിന് പാകത്തിലുള്ള ഊർജ സ്വാംശീകരണവും ഒക്കെയാണ് ഹൃദയത്തിനുള്ളത്. അതല്ല കരളിനുള്ളത്. കരളിന് വേറൊരു രീതിയാണുള്ളത്. പക്ഷെ കരളും ഹൃദയം പരസ്പരം ബന്ധത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പരസ്പര ബന്ധത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് കരളിന് കരളായിട്ടും ഹൃദയത്തിന് ഹൃദയമായിട്ടും പല്ലിന് പല്ലായിട്ടും നിൽക്കാൻ കഴിയുക. അപ്പോ ഇവയ്ക്ക് ശരീരത്തിനകത്തുള്ള ഓരോ അവയവത്തിനും ഓരോ ധർമ്മങ്ങളുണ്ട്. അവയവത്തിനകത്തെ ഓരോ പേശികൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. അവിടുത്തെ ഓരോ കലകൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. കലകൾക്കകത്തെ ഓരോ കോശത്തിനും ധർമ്മങ്ങളുണ്ട്. അതുപോലെ ഭൂമി എന്ന മഹാശരീരത്തിന്റെ, ഇനി അതിനും പുറത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാനതൊന്നും കണ്ടിട്ടില്ല, അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ വിവരമില്ല. ഭൂമി എന്നുള്ളതിനെ കുറിച്ച് കണ്ടും തൊട്ടും അനുഭവിച്ചും പരിചയമുള്ളതുകൊണ്ട് ചെറിയൊരു പരിചയമുണ്ട്. അത് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോ ഭൂമി എന്ന് പറയുന്ന ഈ മഹാശരീരത്തിന്റെ അല്ലെങ്കിൽ മഹാഗർഭപാത്രത്തിന്റെ അകത്തെ ഒരു കോശമായിരിക്കുന്ന ഞാൻ ഭൂമിയുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. എന്റെ ഹൃദയം പ്രവർത്തിക്കാൻ പാകത്തിൽ ഹൃദയത്തിന്റെ പേശികൾക്കും ധമനികൾക്കും ഒക്കെ അതിന്റെ രൂപം നൽകിയതുപോലെ, അതിന്റെ സ്ഥാനം നൽകിയതുപോലെ, അതിന്റെ ഇടം അതിന്റെ ഒരു കാലം നൽകിയതുപോലെ, അതിന്റെ ഒരു ഭാവം നൽകിയതുപോലെ, അതിന്റെ സംഭവങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ നൽകിയതുപോലെ എനിക്കും ഈ ഭൗമ സംവിധാനത്തിന്റെ അകത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു കാലമുണ്ട്. എന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന കാലത്തല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ പേരക്കുട്ടികൾ ഉണ്ടാവുന്ന കാലത്തല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ ഇപ്പോഴാണ് ജീവിക്കുന്നത്. സ്ഥലമുണ്ട്, കാലമുണ്ട്, രൂപമുണ്ട്. ഇങ്ങനെ ഒരു ശരീരമുണ്ട്. അത് ജനിച്ചപ്പോഴുള്ള രൂപമല്ല ഇപ്പൊ. അതല്ല ഞാൻ മരിക്കാറാവുമ്പോൾ ഉണ്ടാവും. മരിച്ചു കഴിയുമ്പോൾ ഈ രൂപമേ ഉണ്ടാവില്ല. അപ്പൊ സ്ഥലമുണ്ട്, കാലമുണ്ട്, രൂപമുണ്ട്, ഭാവമുണ്ട്. ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആയിട്ട് ഞാൻ അച്ഛനായിട്ട് ഭാവിക്കുന്നു, ഞാനൊരു ടീച്ചറായിട്ട് ഭാവിക്കുന്നു, ഞാനൊരു സഹോദരനായിട്ട് ഭാവിക്കുന്നു. ഈ ഭാവം എന്ന് വെച്ചാൽ ഭവിക്കുന്നതിന് മുമ്പുള്ളത് എന്തോ, അതാണ് ഭാവം. ഭവിക്കാനായിട്ട് ആവിഷ്കരിക്കുന്നത്.
അതുപോലെ തന്നെ ഭവങ്ങളുണ്ട്. ഞാൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ പലതും കാണിക്കുകയാണ്. അപ്പോ സ്ഥലകാല രൂപഭാവ ഭവങ്ങൾ ഓടുകൂടി ഞാൻ ഭൂമിയുടെ അകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആര് രൂപപ്പെടുത്തി? ഭൂമിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഭൂമിയുടെ ജീവൻ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാ? ഭൂമിയുടെ എന്തോ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി. ഭൂമിയുടെ എന്തോ ഒരു കാര്യം എന്ന് പറയുന്ന അതാണ് എന്റെ ധർമ്മം. അതിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരവസ്ഥ, ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ആ ആവശ്യമാണ്. ജീവിതത്തിന്റെ എന്റെ ജീവന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ആ ആവശ്യമാണ്. ആ ആവശ്യമാണ് എന്റെ ധർമ്മം. അതിനനുസരിച്ചാണ് എന്റെ ശരീരം, അതിനനുസരിച്ചാണ് എന്റെ ഭാവങ്ങൾ. ആ ഭാവങ്ങൾ എവിടെ നിന്നാ കാണുക? അത് എന്റെ സഹജാവബോധത്തിൽ അതുണ്ട്, എന്റെ സഹജമായ അവബോധത്തിൽ അതുണ്ട്. എനിക്ക് പാട്ട് പാടാൻ തോന്നാറുണ്ട്. എനിക്കിപ്പോ നിങ്ങളെ ഇത്രയും പേര് വിളിച്ചുകൂട്ടി ഇവിടെ ഇരുത്തി നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള എന്റെ പ്രേരണ, എന്റെ ഉള്ളിലുള്ള ഒരു പ്രേരണ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് കൂടിയിട്ടുള്ളത്. എന്റെ ഒരു വിഭാവനമാണത്, എന്റെ ഭാവമാണ്. നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടി, എനിക്ക് പറയാനൊന്നുമില്ല, പറയാൻ അറിയുകയുമില്ല, കഴിയും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ടിരുന്നിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോ എനിക്ക് അതിനുള്ള ശേഷികളുമുണ്ട്. ആ ശേഷി മാത്രം പോരാ, നിങ്ങളെ വേണ്ടുന്ന രൂപത്തിൽ പാകപ്പെടുത്തി എടുക്കാനുള്ള ധിഷണ എനിക്ക് ആവശ്യമാണ്. ആ ധിഷണയുണ്ട്. അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സൂമിൽ വരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ വിളിച്ചു കൂട്ടുമ്പോൾ വരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അനുഭവിച്ചുണ്ടായ ഒരു ധാരണയുണ്ട്. സൂം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ധാരണ വരില്ലായിരുന്നു. അപ്പോഴും എന്റെ ശേഷികൾ എന്റെ ഉള്ളിലുണ്ട്, എന്റെ വാസനകൾ എന്റെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർ അപ്പൊ ഞാൻ എന്താ ചെയ്യുക? പണ്ട് ചെയ്തിരുന്ന പോലെ കോളേജിലും സ്കൂളിലൊക്കെ പോയി ക്ലാസ് എടുക്കും, സന്നദ്ധ സംഘടനയിൽ പോയി ക്ലാസ് എടുക്കും, നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് തെരുവിന്റെ ഓരത്ത് തെരുവുകളൊക്കെ താഴെ ഓല കീറിട്ടിട്ട് അതിന്റെ നടുക്കിരുന്ന് വർത്താനം പറയും. ഇങ്ങനെയായിരുന്നു പണ്ട് ഈ ഫ്രൈഡേ വിസ്ഡം ഇപ്പൊ പേരിട്ടു, അന്ന് ആ പേരുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. അപ്പോ സൂം എന്നുള്ള ഒരു കാലം വന്നപ്പോ, സൂം എന്നുള്ള സാഹചര്യം വന്നപ്പോ സാഹചര്യത്തിനനുസരിച്ച് എന്റെ ധാരണകളിൽ മാറ്റം വന്നു. അതിനനുസരിച്ച് ഞാൻ ഭാവന ചെയ്തു. ഞാൻ ഇങ്ങനെ സൂം ലിങ്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കയറുമെന്നാണ് പറയുന്നത്. പണ്ടങ്ങനെയല്ല, ചേട്ടാ വൈകിട്ട് 6:30 നമ്മൾ അവിടെ നിന്ന് ഇരിക്കണം, ഒന്ന് വരുമല്ലോ എന്ന് വീട്ടിൽ ചെന്ന് പറയാം. ഇപ്പോ നമ്മൾ സൂമിൽ ലിങ്ക് അയച്ചു തരുന്നു. അപ്പോ എന്റെ ഭാവന ഇങ്ങനെ അയക്കുമ്പോഴാണ് ശരി എന്നുള്ളത്. അതിന് പാകത്തിലുള്ള പ്രേരണകളാണ് എന്റെ ഈ അനുഭവങ്ങൾ എനിക്ക് തരുന്നത്. അപ്പോ ഞാൻ എന്റെ ധർമ്മം നിർവഹിക്കാനായിട്ട് എനിക്ക് ഉണ്ടായ വാസനകൾ, എനിക്കുണ്ടായ ശേഷികൾ, അതിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടായ ധാരണകൾ, അതിനനുസരിച്ചുണ്ടായിരുന്ന ഭാവനകൾ, അതിനനുസരിച്ചുണ്ടായിരുന്ന പ്രേരണകൾ കൊണ്ട് നമ്മളിപ്പോ ഇവിടെ ഈ ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെയാണ് ഞാൻ എന്റെ ധർമ്മം നിർവഹിക്കുന്നത്. ഈ സാഹചര്യം മാറുകയാണെങ്കിൽ, വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ എന്റെ ശേഷികൾ അത് തന്നെയായിരിക്കും, എന്റെ വാസനകൾ അത് തന്നെയായിരിക്കും. പക്ഷെ ധാരണകൾ മാറും, ഭാവനകൾ മാറും, പ്രേരണകൾ മാറും. അപ്പോ എന്റെ ധർമ്മം എന്ന് പറയുന്ന കാര്യം, ഭൂമി എനിക്ക് നൽകിയ ഉത്തരവാദിത്തമാണ് എന്റെ ധർമ്മം. അതിനനുസരിച്ചാണ് എന്റെ വാസന, അതിനനുസരിച്ചാണ് എന്റെ ശേഷി. ഇതാണ് ഞാൻ. പക്ഷെ ഞാൻ ഇവിടെ ജീവിക്കുന്നത് അനുസരിച്ച് എന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും. അത് ധർമ്മമല്ല, അത് കർമ്മമാണ്. ധാരണയുടെയും ഭാവനയുടെയും പ്രേരണയും ലോകത്തുള്ളത് കർമ്മമാണ്. ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് സ്ഥലകാല രൂപഭാവങ്ങളുണ്ട്. അപ്പൊ കർഷക കുടുംബത്തിലല്ല, ഞാനൊരു അധ്യാപക കുടുംബത്തിലാണ് പിറന്നത് എന്നത് സത്യത്തിൽ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പാണ്. പ്രകൃതിയാണ് എന്നെ ഇവിടെ പ്ലേസ് ചെയ്തത്, ഞാൻ ചൂസ് ചെയ്തതല്ല. അപ്പോ എന്റെ ധർമ്മം എന്തോ അതിനനുസരിച്ചാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ രൂപത്തിലാണ് ഞാൻ ഉണ്ടാകേണ്ടത്. എന്നെ പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കർഷക കുടുംബത്തില്, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യവസായ കുടുംബത്തിലേക്കാണ് എന്നെ കൊണ്ടിട്ടതെന്ന് കരുതുക. എന്റെ വാസനകൾ എന്തിനനുസരിച്ചാണ്? ആളുകളെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ ബോധ്യപ്പെടുത്തി നാളെ ഉണ്ടാകാൻ പോകുന്ന വലിയ ക്രൈസിസുകളെ അതിജീവിക്കാനുള്ള ഒരു സുസ്ഥിര ജീവിത സമൂഹം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതാണ് എന്റെ ധർമ്മം. ആ ധർമ്മം ഞാൻ ചെയ്യാനായിട്ട് എന്റെ വാസനകൾ അതിനനുസരിച്ചാണ്, എന്റെ ശേഷികൾ അതിനനുസരിച്ചാണ്. അതിനു പകരം എന്നെ ഒരു വ്യവസായ കുടുംബത്തിൽ കൊണ്ടിട്ടു. അവിടെയാണ് എന്നെ ജനിപ്പിച്ചത്, പ്രകൃതി അവിടെയാണ് എന്നെ പ്ലേസ് ചെയ്തതെന്ന് ഇരിക്കട്ടെ.
എന്റെ ഉള്ളിൽ സാമൂഹ്യമായ പരിഷ്കരണമാണ് ഉദ്ദേശ്യം, സമൂഹത്തിന്റെ നന്മയാണ് ഉദ്ദേശം. വ്യവസായ കുടുംബത്തിൽ അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് എങ്ങനെയാണ് വർക്കാവുക? അധ്യാപക കുടുംബത്തിലുള്ള എന്റെ അച്ഛനോ അമ്മയ്ക്കും എന്നെ ജോലിക്ക് വിടുക എന്നുള്ളതാണ് ഉദ്ദേശ്യം. ഞാനൊരു കോളേജ് അധ്യാപകനോ ഒരു ഗവേഷകനോ ആയി മാറുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ്യം. ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലിന് പോകുക എന്നുള്ളതാണ് ഉദ്ദേശം. തല പോയാൽ ഞാൻ ശമ്പളം വാങ്ങി ഒരു പണി ചെയ്യില്ല എന്ന് ചെറിയ കാലത്തെ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. കാരണം എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഒരു 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 വിളിയുണ്ട്. ആ വിളി ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജോലികളെ മാറ്റിവെച്ചിട്ട്, നമ്മുടെ ധർമ്മങ്ങളെ മാറ്റിവെച്ചിട്ട് അപരനു വേണ്ടി എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്നും എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കുന്ന സമയത്താണ് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുക. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ തട്ടുന്നുണ്ടാവും. നിങ്ങൾ ജോലിക്ക് പോയവരോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ തട്ടുന്നുണ്ടാവും. ഒരുപക്ഷെ തട്ടിക്കുക എന്നുള്ളത് എന്റെ ഒരു ഉദ്ദേശ്യം കൂടിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ പ്രക്ഷാളനം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറയുന്ന തട്ടൽ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്കണം. കാരണം ഇനി വരാൻ പോകുന്ന ലോക പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് ജോലിയല്ല സഹായിക്കുക, ധർമ്മങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് ഈ വിഷയം അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഇനി ജോലി എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മത്തെ വിട്ട്, പ്രകൃതി നമ്മളെ ഏൽപ്പിച്ച ധർമ്മത്തെ വിട്ടിട്ട് നമ്മൾ പുതിയ ലോകക്രമത്തെ ഉണ്ടാക്കിയെടുക്കുന്ന, വ്യവസായ ശൃംഖലയെ ഉണ്ടാക്കിയെടുത്ത, പണത്തെ ഉണ്ടാക്കിയെടുത്ത, പുതിയ ഭരണക്രമം ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ടം ആളുകളുടെ, രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ, ലോകത്തെ മുഴുവൻ ആളുന്ന അതോറിറ്റേറിയൻസിന്റെ ഒരു സംവിധാനത്തിനകത്തേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാ? ധർമ്മം എന്താണെന്ന് നമുക്കറിയില്ല. ധർമ്മം എന്താണെന്ന് പറഞ്ഞു തരാനുള്ള ഗുരുക്കന്മാരില്ല. ധർമ്മം എന്താണെന്ന് അറിയാനുള്ള വഴികളില്ല. പകരം ആധുനിക ലോകം, ആധുനിക സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് പഠിക്കണം എന്നാണ്. എന്ത് പഠിക്കണം? 3 വയസ്സ് മുതൽ സായിപ്പിന്റെ സ്കൂളിൽ പോയിട്ട് അവർ പറയുന്നത് പഠിക്കണം. അവർ എങ്ങനെയാണ് പറയുക? കുരങ്ങനോട് നീന്താൻ പറയും, ആമയോട് മരം കയറാൻ പറയും. ഇതുപോലുള്ള പഠിപ്പിക്കലിലൂടെ നമ്മൾ പഠിച്ചു. ആ പഠിച്ചതിൽ എന്തെങ്കിലും, ചിലപ്പോൾ കണക്ക് കൂട്ടാനോ ഭാഷ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങൾ ഉപയോഗിക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് പിന്നീട് ഉപകരിച്ചിട്ടും ഉണ്ടാകാം. ഞാനത് പാടെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അതിൽ എത്രയാണ് ജീവിതത്തിൽ ഉപകരിച്ചിട്ടുള്ളത്? ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾ ജോലി ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? അവർ പറയുന്ന കുറച്ചു പ്രവർത്തനങ്ങൾ. അവർ പറയുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ യന്ത്രശാലകൾ ഉണ്ടാക്കിയവരാണ്. യന്ത്രശാലകളെ പ്രവർത്തിപ്പിക്കാനാണ് ജോലിക്കാരെ ആവശ്യമുള്ളത്. യന്ത്ര സംവിധാനങ്ങളെ, യന്ത്ര വ്യവസ്ഥകളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. യാന്ത്രിക വ്യവസ്ഥ എന്ന് പറയുമ്പോൾ കുറെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മെഷീൻസ് മാത്രമല്ല, മനുഷ്യർ കൊണ്ടുണ്ടാക്കിയ വ്യവസ്ഥകൾ. കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്, ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്. ലോക സംവിധാനം എന്ന് പറയുന്ന, സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയെ പ്രവർത്തിപ്പിക്കാനുള്ള ഉപകരണങ്ങളെ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ ഉപകരണം അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളൊരു ജൈവ സംവിധാനമാകുമ്പോൾ നിങ്ങളെ പ്രതീക്ഷയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് നിങ്ങളെ ഉപയോഗിക്കേണ്ടത്. ആ നിങ്ങളെ പ്രതീക്ഷയിൽ കൊണ്ട് നിർത്താനായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്തോ അതെല്ലാം തരുന്ന ആ അത്ഭുത ഭൂതത്തെ നിങ്ങൾക്ക് ശമ്പളമായി തരുന്നു. നിങ്ങൾക്കെല്ലാം നേടാൻ കഴിയുന്ന ഒരു അത്ഭുത ഭൂതം. നമ്മൾ എല്ലാത്തിനെയും ഈ വാല്യൂ ആഡ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ വെക്കുക, അറിയാമല്ലോ. പ്രകൃതിയിൽ നിന്നിട്ട് കിട്ടുന്ന ഒരു കാര്യത്തെ അങ്ങനെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്താൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ ഒരു തട്ടിൽ വെക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതിന്റെ വില ഇതാണ്, ഇതിന് തത്തുല്യമായ വില തന്നാൽ നിനക്കത് തരാമെന്ന് പറയും. അങ്ങനെയാണ് ഇതിന് ഈ പ്രകൃതി ഉരുവാക്കിയ സാധനത്തിന് നമ്മൾ വിലയിട്ട് വിൽക്കാൻ തുടങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വില പോരാന്ന് തോന്നി. അപ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ 2 കൊടിതോരണങ്ങൾ വെച്ചിട്ട് ഇത് പ്രത്യേകമായി ഉണ്ടാക്കിയതാണെന്നുള്ള പേരിൽ നമ്മൾ വിൽക്കാൻ തുടങ്ങി. അതിനാണ് വാല്യൂ അഡീഷൻ എന്ന് പറയാം. നമ്മൾ ചക്ക കിട്ടിയാൽ ചക്കയെ പറിച്ച് വലിച്ച് അതിൽ നിന്ന് 100 വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ചക്കയ്ക്ക് കിട്ടുന്നതിന്റെ 100 ഇരട്ടി വിലയിൽ നമ്മൾ അത് വിൽക്കും. അപ്പോൾ വാല്യൂ അഡീഷനായി. അപ്പോൾ നിങ്ങൾ കച്ചവടത്തിൽ മിടുക്കനായി. നിങ്ങൾ ഈ മസൂദനാർ പറഞ്ഞതുപോലെ കൂടിയ മാർക്കിൽ ഈ ഭൂപടം വിൽക്കിൽ നീ കൂട്ടത്തിലേറ്റം മിടുക്കൻ. ആ ഉയർന്ന മാർക്കിൽ നമുക്ക് ഭൂപടം വിൽക്കാൻ കഴിയണം. അതാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വില കിട്ടും. അതുപോലെ ഞാൻ എന്നുള്ള വ്യക്തിക്ക് നൽകിയ വാല്യൂ അഡീഷനാണ് ഞാനൊരു പ്രൊഫഷണൽ ആണെന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വില കിട്ടും. അപ്പോൾ അത് തരും. ഏത് ആ അത്ഭുത ഭൂതത്തെ നമുക്ക് ഇങ്ങനെ തരും. ആ അത്ഭുത ഭൂതത്തെ നമ്മൾ എവിടെ കൊണ്ട് കൊടുത്താലും അതിന് തത്തുല്യമായിട്ടുള്ളത് നമുക്ക് നേടാൻ കഴിയും.
എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്റെ സ്വാഭാവികമായ ജീവിതത്തിന് കിട്ടേണ്ടുന്നതിലും എത്രയോ വിപുലമായ കാര്യങ്ങൾ എനിക്ക് ചുറ്റും അതുകൊണ്ട് കളിയാടുന്നത് സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ കയ്യിൽ നിന്നും എന്റെ കയ്യിലേക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. അപ്പോ ഞാൻ ഈ അത്ഭുതഭൂതം തരുന്ന സുഖലോലുപതയുടെ അല്ലെങ്കിൽ സുഖ സൗകര്യത്തിന്റെ ഒരു വഴിയിൽ ഭ്രമിച്ചു പോവുകയല്ലേ ഉള്ളൂ. ഈ ഭ്രമമാണ് നമ്മളെ ജോലിക്ക് കൊണ്ടു നിർത്തുന്നത്. എന്നിട്ട് അതിൽ ചിലരെ ആസ്വദിക്കും. എനിക്ക് കിട്ടുന്ന എന്റെ ധർമ്മങ്ങളെല്ലാം ചെയ്യാൻ പാകത്തില്ല. എന്റെ ധർമ്മം എന്റെ മക്കളെ കെട്ടിച്ചു വിടണം, മക്കളെ പഠിപ്പിക്കാൻ വിടണം. ഞാൻ ഇതുപോലെ ജനിച്ച കാലം മുതൽ സ്കൂളിൽ പോയി ജോലിക്ക് പോയി മക്കളെ ഈ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഞാൻ മരിച്ചു പോകും. ഇതല്ലാതെ എനിക്ക് ഭൂമിക്ക് വേറൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് എന്റെ മക്കളെയും അതുപോലെ ആക്കാനുള്ള ഒരു ധർമ്മത്തിലേക്ക് നടതള്ളിവിടാൻ വേണ്ടിയുള്ള ആ പൊരുൾ, ആ അത്ഭുത ഭൂതത്തെ ഇഷ്ടം പോലെ ആർജിക്കാൻ കഴിയുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ എന്റെ ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് ചിന്തിക്കണം. അതിനിടയിൽ കുറച്ച് മനസ്സമാധാനം പോയി, അതിനിടയിൽ ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആയി, അതിനിടയിൽ ഞാൻ പലതും നഷ്ടപ്പെടുത്തി, എന്റെ സ്വത്വത്തെ, എന്റെ താല്പര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ഇതിനുമൊക്കെ അപ്പുറത്ത് പത്രം എടുത്ത് വായിച്ചപ്പോൾ മനസ്സിലായി അവിടെ പ്രക്ഷുബ്ധതയാണ്, ഇവിടെ പ്രശ്നങ്ങളാണ്, അവിടെ യുദ്ധങ്ങളാണ്, ഇവിടെ പീഡനങ്ങളാണ്, ഇവിടെ സംഘടനകളാണ്, ഇവിടെ സംഘർഷമാണ്, ഇവിടെ സുരക്ഷയില്ലായ്മയാണ്. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. കാരണം എന്റെ സുഖലോലുപതയ്ക്ക് ആവശ്യമായ അത്ഭുതഭൂതത്തെ എന്റെ പ്രവർത്തനങ്ങൾ വഴി ഞാൻ സിദ്ധിക്കുന്നുണ്ടല്ലോ, ആർജിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതും തമ്മിൽ എന്തു ബന്ധം? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോ തൊഴിലെന്ന് പറയുന്ന ആ ഒരിടത്ത് തൊഴിലിടത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്വത്വത്തെ മാറ്റി നിർത്തി അവർ പഠിപ്പിച്ച സങ്കേതങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ സങ്കേതങ്ങൾ ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ സമയത്തെ നമ്മൾ അവർക്ക് വിൽക്കുന്നു. അവർ അതിന് പണം തരുന്നു, നമ്മൾ അതിന് ആഭിജാത്യം കൽപ്പിക്കുന്നു. അതിൽ നമുക്ക് സുഖം കിട്ടുന്നുണ്ടോ? ചിലർക്ക് സുഖം കിട്ടുന്നുണ്ടാവാം. ഇപ്പൊ പോലീസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെ അധികാര മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആ തൊഴിലിരിക്കുന്ന സമയത്ത് അധികാര ഭ്രമത കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു സുഖം അനുഭവിക്കുന്നുണ്ടാവും. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ തൊഴിലെല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്തിനാ മാറിപ്പോയിട്ട് രണ്ടെണ്ണം വിടുന്നത്? മനസ്സമാധാനം പോകുന്നുണ്ട്. അപ്പൊ ഈ മനസമാധാനം എന്നുള്ള സംഭവം നഷ്ടപ്പെടുത്തി, നമ്മുടെ സ്വാസ്ഥ്യത്തെ നഷ്ടപ്പെടുത്തി, നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി നമ്മൾ അതിലേക്ക് ചെന്ന് കളഞ്ഞിട്ട് നമ്മൾ അതിനെ ആഭിജാത്യം കൽപ്പിക്കുന്നു. വേറൊരു കൂട്ടരുണ്ട്, ശരീരത്തിന്റെ ലൈംഗിക സുഖത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അതിൽ നിന്നും പണം ആർജിക്കുന്നു. അവർ സുഖിക്കുന്നതിന്റെ ഒപ്പം ഇവരും സുഖിച്ചിട്ട്, ലൈംഗികതയ്ക്ക് സുഖമുണ്ടല്ലോ, അവർ സുഖിക്കുന്നതിനനുസരിച്ച് ഇവരും സുഖിച്ചിട്ട് അവർ പണം വാങ്ങിക്കുന്നു. അതിനകത്ത് അല്പമെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ട്. മറ്റുള്ളതിനകത്തോ ഭൂരിഭാഗം തൊഴിലുകളിലും ഈ ഇൻവോൾവ്മെന്റ് ഇല്ല. എന്നിട്ട് നമ്മൾ ഇതിന് അഭിജാത്യവും അതിന് വ്യഭിചാരം എന്നുള്ള പേരും കൽപ്പിക്കുന്നു. ഞാൻ അതിനെ വ്യഭിചാരത്തെ ഉദാത്തവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. ഇതിന് അഭിജാത്യം കൽപ്പിക്കുന്ന സമയത്ത്, നിങ്ങളെ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. നമുക്ക് നമ്മളെ അതിനകത്ത് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഏതുപോലെ എന്റെ ഹൃദയം, അത് വേണ്ട, എന്റെ കൈകൾ ചോറ് വാരി തിന്നാനും മുമ്പിൽ വരുന്നതിനെ വകഞ്ഞു മാറ്റാനും പുറം ചൊറിയാനുമുള്ളതാണ്, നടക്കാനുള്ളതല്ല. എന്റെ കാലുകളുടെ സ്ഥാനത്ത്, കാലുകളാണെങ്കിൽ ഇത് നടക്കാനും ഓടാനും എന്റെ ഭാരം താങ്ങാനും വേണ്ടിയുള്ളതാണ്. കൈയുടെ ധർമ്മമല്ല കാലിന്, കാലിന്റെ ധർമ്മമല്ല കൈക്ക്. ഞാൻ തിരിച്ചാണത് പ്രയോഗിക്കുന്നതെങ്കിലോ ഈ കൈ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ലേ? കൈക്കുണ്ടാവുന്ന മൃദുലത നഷ്ടാവില്ലേ? കൈ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കൈക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കൈ കാലായി മാറുന്ന സമയത്ത് അത് അനുഭവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരു അവയവം ഉണ്ടായിട്ടുള്ളത് എന്ത് ധർമ്മം ചെയ്യാനാണ്? ആ അവയവം ആ ധർമ്മത്തിനാണ് ഉപയോഗിക്കേണ്ടത്, മറ്റൊരു ധർമ്മത്തിനല്ല. മറ്റൊരു ധർമ്മത്തിന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള നേരത്തെ പറഞ്ഞ രീതിയിൽ ധാരണകളും ഭാവനകളും പ്രേരണകളും ഉണ്ടാകും. ധാരണകളും അത് എന്താണെന്ന് അറിയേണ്ടവർക്ക് ചോദിക്കാം, ഞാനത് പിന്നീട് പറഞ്ഞു തരാം. പക്ഷെ തൽക്കാലത്തേക്ക് ഞാനത് അതിലേക്ക് കടക്കുന്നില്ല. ധാരണകളാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കുന്നത്. ഭാവനകളാണ് നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടാനായിട്ട് വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പ്രേരണകളാണ് അതിനു വേണ്ടുന്ന സ്ഥിതി വിവരങ്ങൾ നമുക്ക് തരുന്നത്. നമ്മൾ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് പുതിയ ധാരണകളും പുതിയ ഭാവനകളും പുതിയ പ്രേരണകളും നമുക്ക് ഉണ്ടാകുന്നു. നമ്മൾ വ്യവസായങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളെ പാകപ്പെടുത്തി പ്രൊഫഷണൽ ആയിട്ട് മാറുന്നിടത്തോളം നമ്മളുടെ ധാരണകളും ഭാവനകളും പ്രേരണകളും പുതിയ രൂപത്തിൽ ഉണ്ടാവുന്നു. അപ്പോഴും മാറ്റപ്പെടാത്ത ഒന്നുണ്ട്,
നമ്മുടെ സഹജാവബോധം എന്ന് പറയുന്ന നമ്മുടെ വാസനകൾ. അപ്പോഴും മാറ്റപ്പെടാതെ നിൽക്കുന്നതാണ് നമ്മുടെ ശേഷികൾ. ഈ വാസനകൾക്കും ശേഷികൾക്കും അനുസൃതമായി ഉള്ള ധാരണകളും ഭാവനകളും പ്രേരണകളുമാണ് നമുക്കുണ്ടാവുന്നതെങ്കിൽ ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഹൃദയം പ്രവർത്തിക്കുന്നതിനോട് ചേർന്ന് കരൾ പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം അതിന്റെ സുസ്ഥിതിയിൽ നിൽക്കുക. ഹൃദയം ഹൃദയത്തിന്റെ വഴിക്കും കരളിന്റെ വഴിക്കും പ്രവർത്തിച്ചാൽ ഈ ശരീരം ഛിദ്രമാകും. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്റെ വാസനകളാണെന്നിരിക്കെ, അതിനനുസരിച്ചുള്ള ശേഷികളാണെന്നിരിക്കെ, അത് നടപ്പിലാക്കാനുള്ള കർമ്മങ്ങളാണ് എനിക്ക് ഉണ്ടാകേണ്ടതെന്നിരിക്കെ, മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി എന്നെ പാകപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ധാരണകളും, അതായത് വിശ്വാസങ്ങളും, അതിനനുസരിച്ചുള്ള ചിന്തകളും, അതിനനുസരിച്ചുള്ള സ്വാംശീകരണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്ക് സ്വാസ്ഥ്യത്തിലായിരിക്കാൻ കഴിയുക? ഇവിടെയാണ് തൊഴിൽ ചെയ്യുന്ന ഭൂരിഭാഗത്തിനും മനസമാധാനം പോയി കിട്ടുന്നത്. പിന്നെന്തുകൊണ്ടാണ് അത് പോയി എന്നറിയാത്തത്? ഈ കുതിരയുണ്ടല്ലോ, കുതിരയെ കെട്ടിയിട്ടാൽ അത് അവിടെ നിൽക്കും. അപ്പോ കുതിരയെ കെട്ടുന്നതിന്റെ ഒരു ലോജിക് എന്താന്ന് വെച്ചാൽ, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുക, കുതിരയെ കൊണ്ടുപോയിട്ട് കുതിരയുടെ ആ കടിഞ്ഞാണുണ്ടല്ലോ, കടിഞ്ഞാണ് എവിടെയെങ്കിലും ഒന്ന് ഉടക്കി വെക്കുക. ഉടക്കി വെച്ചു എന്ന് മനസ്സിലായ കുതിര അവിടെ നിൽക്കും. അതൊരു പ്ലാസ്റ്റിക് ചെയറിൽ ഉടക്കി വെച്ചാൽ ആ പ്ലാസ്റ്റിക് ചെയർ ഇരിക്കുന്നിടത്തോളം സമയം ആ കുതിര അവിടെ തന്നെ നിൽക്കും. കാരണം കുതിരയ്ക്ക് അറിയില്ല കുതിരയുടെ ശേഷിയുടെ മുന്നിൽ പ്ലാസ്റ്റിക് ചെയർ ഒന്നുമല്ല, അന്ന് കുതിരയ്ക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാവും. അതുപോലെ നമ്മളെ ആ ഒരു ഫ്രെയിമിനകത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് നിന്റെ ധർമ്മം ഇതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് തള്ളി നിർത്തിയിരിക്കും. എന്തിനാണ്? നിന്റെ മാൻ പവർ അവൻ ആവശ്യമുണ്ട്. ഇനി കുറച്ചുകാലം കഴിയുമ്പോൾ അതിന്റെ ആവശ്യമില്ലോട്ടെ, AI വന്നുകൊണ്ടിരിക്കുകയാണ്, അതും ആവശ്യമില്ലാതെ പോകും. ഇതുവരെ വന്ന കാലഘട്ടത്തിൽ നിന്റെ പ്രവർത്തനങ്ങൾ അവൻ ആവശ്യമുണ്ട്, അവന്റെ ലോകത്തെ രൂപീകരിക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ അതിന് നിങ്ങളെ ഉപയോഗിച്ചു. അതിനിടയിൽ നഷ്ടമായത് നിങ്ങളുടെ സ്വാസ്ഥ്യമാണ്, നിങ്ങളുടെ ആരോഗ്യമാണ്. അതിൽ ചിലര് ഈ ജോലിക്ക് പോകുന്നതിന് പകരം അവരുണ്ടാക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് കണ്ടു മനസ്സിലാക്കിയവരുണ്ട്. അവരുണ്ടാക്കിയ വ്യവസ്ഥ എന്താണെന്ന് കണ്ടു മനസ്സിലാക്കി ആ വ്യവസ്ഥയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ സ്വന്തം വാസനയെയും ശേഷിയെയും ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വ്യവസ്ഥകൾ ഉണ്ടാക്കും. ബിസിനസ് എന്നൊക്കെ പറയും. ബിസിനസ് ചെയ്യുന്നതിൽ തന്നെ പല വിഭാഗമുണ്ട്. അപ്പുറത്തൊരാൾ ചായക്കട തുടങ്ങി, അവിടേക്ക് കുറെ ആളുകൾ വരുന്നു, അതുകൊണ്ട് ഞാനും ചായക്കട തുടങ്ങി, ഇവിടെ തുടങ്ങി. അയാളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും, ആളും വന്നുകൊണ്ടിരിക്കും, ഇവിടേക്ക് ഒന്നും വരൂല. കാരണം നമ്മൾ അനുകരിക്കുകയാണ് ചെയ്തത്. സ്വന്തം വാസനയ്ക്കും ശേഷിക്കും അനുസരിച്ചല്ല അത് ചെയ്തത്. സ്വന്തം വാസനയ്ക്കും ശേഷിക്കും അനുസരിച്ച് ഞാൻ ഒരു കച്ചവടം ചിട്ടപ്പെടുത്തിയാൽ ഈ കച്ചവടം എന്ന് പറയുന്നതും ലോക വ്യവസായ സംവിധാനം എന്ന് പറയുന്നതും കൃത്രിമമാണെങ്കിൽ കൂടി എനിക്ക് അതിനനുസരിച്ച് എന്നെ പരുവപ്പെടുത്താൻ പറ്റും. അവർ വിജയിക്കും, അവരാണ് വിജയിക്കുക. ജീവിതത്തില് എന്റെ ധർമ്മങ്ങൾ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഒരു ലോക വ്യവസ്ഥ മറ്റൊരു തരത്തിലായിരിക്കുമ്പോൾ അതിനെ അനുകൂലപ്പെട്ടു പോകാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് മാറ്റാൻ ഇവർക്ക് കഴിയും. കാരണം സ്വന്തം വാസനയെയും ശേഷിയെയുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. സ്വന്തം വാസനയും ശേഷിയും ഉപയോഗിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള രൂപീകരണങ്ങൾ ഉണ്ടാക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൽ നിന്നും ഇവിടെ ആവശ്യമുള്ള പണം ആ അത്ഭുത ബോധത്തെ സിദ്ധിക്കാനും കഴിയും. അവിടെ ആത്മാഭിമാനം പണയം വെക്കേണ്ടതില്ല. അവനവന്റെ ആ സ്വാസ്ഥ്യം എന്നുള്ളതിനനുസരിച്ച് സ്വാസ്ഥ്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഉണ്ടാകുമ്പോഴാണ് സ്വാസ്ഥ്യം ഉണ്ടാവുക. പ്രകൃതിയുടെ കൽപ്പന എന്താണ്? എന്റെ വാസന എന്താണോ, എന്റെ ശേഷി എന്താണോ, എന്റെ ധാരണ എന്താണോ, എന്റെ ഭാവന എന്താണോ, എന്റെ പ്രേരണ എന്താണോ, ഇവ അഞ്ചും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അഞ്ചും സുതാര്യമായി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ അഞ്ചിന്റെ പേര് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പറയാം. ഇവയാണ് ജ്ഞാനതലങ്ങൾ. മനസ്സിന്റെ ആന്തരികമായിട്ടുള്ള ജ്ഞാനമുണ്ടല്ലോ, നമുക്കുള്ള അറിവ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇതിന്റെ 5 തലങ്ങളാണ്. ഈ 5 തലങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് പ്രകൃതി എന്താണ് കൽപ്പിച്ചത് അത് തന്നെ എന്റെ ജീവിതത്തിൽ കിട്ടുക. അപ്പോഴാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുക, അപ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുക, അപ്പോഴാണ് ഐശ്വര്യം ഉണ്ടാവുക, അപ്പോഴാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇവയ്ക്ക് പകരം നമ്മൾ ഇതിൽ നിന്നും മാറി വേറൊരു വ്യവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ധാരണകളും ഭാവനകളും വരുന്ന സമയത്ത് ഇവ തമ്മിൽ യോജിക്കാൻ പറ്റും. ഈ ആന്തരികമായി നമുക്കുള്ള വാസനകളും ശേഷികളും എന്താണ് അതനുസരിച്ച് ഈ കാര്യങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാതെ വരികയും നമ്മുടെ സ്വാസ്ഥ്യം നഷ്ടമാകും, ആരോഗ്യം നഷ്ടമാകും, മനസമാധാനം നഷ്ടമാകും, ഐശ്വര്യം നഷ്ടമാകും. എന്നിട്ടോ അവർ കാണിച്ചു തന്ന, അവർ ടിവിയിലൂടെ കാണിച്ചു തന്ന ചില ഐശ്വര്യങ്ങളുണ്ട്. ആ ഐശ്വര്യമൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കും, ഫ്രിഡ്ജ് വാങ്ങിച്ചു വെക്കും, പിന്നെ മറ്റേ മോഡം വാങ്ങിച്ചു വെക്കും, പിന്നെ ഇഷ്ടംപോലെ മൊബൈലുകൾ വാങ്ങിച്ചു വെക്കും, TV വാങ്ങിച്ചു വെക്കും, ഫ്ലൂറസൻ ലാമ്പുകൾ വാങ്ങിച്ചു വെക്കും, പിന്നെ സാനിറ്റൈസർ വാങ്ങിച്ചു വെക്കും. നമ്മുടെ ജീവിതത്തെ ജീവൻ ഇല്ലാതെ ആക്കി തീർക്കാനുള്ള എന്തെല്ലാം വേണം അതെല്ലാം വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഇതാണ് ഐശ്വര്യം നമ്മൾ കരുതും.
സ്വന്തം വ്യവസായത്തിലേക്ക് ചെല്ലുന്നവർ സ്വന്തം വാസനയെയും ശേഷിയും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ആ വ്യവസ്ഥ ശരിയോ തെറ്റോ, തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. എന്നാലും പ്രായോഗിക ജീവിതത്തിൽ നമ്മളെല്ലാം സാധാരണ ജീവിതത്തിൽ നിന്നും വരുന്നവരായതുകൊണ്ട് ആ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും ശുഭകരമാവുക എന്നുള്ള ആ സ്വന്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് നമുക്ക് ആവിഷ്കാരമുണ്ട്. അതേസമയം നമ്മൾ തൊഴിലെടുക്കുമ്പോഴോ ഈ ആവിഷ്കാരം ഇന്ന് നടക്കില്ല. അപ്പൊ ഇനി തൊഴിൽ വിടാനാണെങ്കിലോ എങ്ങനെ ജീവിക്കും? വീണ്ടും അടുത്ത പുലിവാലാണല്ലോ. വേറൊരു വഴിയില്ലല്ലോ നമുക്ക്. സ്വന്തം വാസനയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള സാമൂഹ്യ പശ്ചാത്തലമില്ല. പിന്നെന്താണ് ചെയ്യുക? ശ്രദ്ധിക്കുക നല്ലപോലെ. നമ്മുടെ വാസന എന്താണ്, നമ്മുടെ ശേഷി എന്താണ് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്ക് പതിയെ, ഒറ്റയടിക്ക് മാറാൻ കഴിയില്ല, പതിയെ സ്വിച്ച് ചെയ്യുക. ഞാനതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അത് ഓരോരുത്തരുടെ കോണ്ടെക്സ്റ്റുകൾ വ്യത്യസ്തമായിരിക്കും. എങ്കിലും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസുകളെ മനസ്സിലാക്കുന്നത് വാസനകളെ ശ്രദ്ധിക്കുക. നമ്മുടെ വാസനകൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. വാസനകൾക്കനുസരിച്ച് നമ്മുടെ ശേഷികൾ എന്താണ് ശ്രദ്ധിക്കുക. ഈ ശേഷിക്കനുസരിച്ച് ജീവിതത്തെ ആവിഷ്കരിക്കാൻ എന്ത് സംവിധാനമാണ് മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്, പ്രകൃതി എന്താണ് മുമ്പിൽ കൊണ്ട് നിർത്തി തന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു കൃത്രിമ വസ്തുവായിട്ട് നമ്മൾ ആരോപിക്കുന്ന ഒരു വസ്തുവാണെങ്കിലും ശരി, പ്രകൃതിയാണ് നമ്മുടെ മുന്നിൽ കൊണ്ട് അത് എത്തിച്ചു തന്നിട്ടുള്ളത്. അതിലേക്ക് ചെല്ലാൻ, അല്ല, അത് നമ്മുടെ മുന്നിലേക്ക് എത്തിയ സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്റെ വാസനയ്ക്കും ചോദനയ്ക്കും അനുസരിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് പഠിക്കുക. അന്ന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇപ്പോൾ ഒന്നും വിട്ടുകളയല്ല. ഇന്നുള്ള ഞാൻ ഈ പറയുന്നത് കേട്ട് നാളെ രാവിലെ പോയി ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു വഴിക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇനി പുതിയ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക? 2030 പുതിയ ലോകക്രമം വരുന്നു, ലോക ഗവൺമെന്റ് വരുന്നു, പിന്നെ ലോകം മുഴുവൻ മാറാൻ പോകുന്നു. നമ്മളെ ഇതിനകത്ത് നമ്മളെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള എന്താ പറയുക, പുതിയ ലോക്ക്ഡൌണുകളൊക്കെ ഇനി വന്നേക്കാം, പുതിയ പ്രകൃതി ദുരന്തങ്ങൾ വന്നേക്കാം, ഈ തൊഴിൽ സംവിധാനങ്ങൾ മുഴുവൻ മാറിയേക്കാം, AI വന്ന് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നു. മനുഷ്യാധ്വാനത്തിന്റെ ആവശ്യകത അവർക്ക് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്, അവർക്ക് ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. തൊഴിൽ സംസ്കാരം തന്നെ ഇല്ലാതെയാവുന്നു. ഇപ്പോ കേരളത്തിലെ ആളുകളെല്ലാം തന്നെ PSC കിട്ടി പോവുക, ജോലി ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു എന്നുള്ളത് അവർ തന്നെ കാണിച്ചു തരുന്നു. ഈ ഒരു അവസ്ഥയിലായിത്തീരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ഭക്ഷണമാണ്. ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനം നമുക്കുണ്ടോ? ഇല്ല. അറിയാമോ? അതുമില്ല. ഇനി അത് പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി എവിടെങ്കിലും ഉണ്ടോ? അതുമില്ല. കാരണം നാട്ടറിവുകളെ മുഴുവൻ കാലങ്ങളായിട്ട് ഒരു റൂട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിന് വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങളെപ്പോലുള്ള കൂട്ടങ്ങൾ, ഇത്ര കൂട്ടങ്ങളുമായിട്ട് ചേർന്ന് സുസ്ഥിര ജീവനത്തിലേക്ക് തിരിയുക, അതിനുള്ള വാസന നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. അതിനുള്ള വിളി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ വിളി കിട്ടിയത് കൊണ്ടാണ്, എന്റെ വിളിയല്ല, പ്രകൃതിയുടെ വിളി കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കേണ്ടി വന്നിട്ടുള്ളത്. ആ വിളിക്കനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ചെയ്യാൻ കഴിയുന്നുണ്ടോ, ചെയ്യാൻ ഉള്ള വാസനയുണ്ടോ, ചോദനയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ഏത് ജോലിക്ക് വേണമെങ്കിൽ പൊക്കോളൂ. ജോലിക്ക് പോകുന്ന സമയത്തും തിരിച്ചു വന്നു കഴിഞ്ഞ് നിങ്ങളുടെ വാസനയ്ക്കും ചോദനയ്ക്കും അനുസരിച്ച് എന്തെങ്കിലും ആവിഷ്കരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇപ്പൊ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാൻ സാധ്യവുമല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വാസനയും ചോദനയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ആവിഷ്കരിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു റവന്യൂ ഉദ്യോഗസ്ഥർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ MVD ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥനാണ് എഴുതുക. നല്ലപോലെ സ്ട്രെസ് ഉള്ള ഒരു മേഖലയാണ്. അത് കഴിഞ്ഞു വന്നിട്ട്, ജോലി കഴിഞ്ഞു വന്നിട്ട് ബാക്കി ഒരല്പസമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ പാട്ടിനുള്ള വാസനയിൽ അല്പനേരം പാടാൻ കഴിഞ്ഞാൽ, ഒരല്പനേരം ഒരു പക്ഷേ കുറച്ച് ചെടികൾ വെച്ചുണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഒരല്പനേരം നിങ്ങളുടെ ഉള്ളിൽ കരുണയായിട്ട് നിൽക്കുന്നതുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാസ്ഥ്യത്തിന്റെ ഒരു പങ്ക് നിങ്ങൾ ഉണർന്നു വരുന്നത് കാണാൻ പറ്റും. ഒരു ചെറിയ ഭാഗം ഉണർന്നു വരുന്നത് കാണാൻ പറ്റും. അവിടെ അപ്പുറത്തെ ടെൻഷനാണ്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ നിങ്ങളുടെ ജീവിത ധർമ്മത്തെ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ചിലപ്പോൾ അവിടെ 90% നിങ്ങൾ ചെലവാക്കി, ഇവിടെ 10% സമയം കിട്ടും. പക്ഷെ 10% സ്വാസ്ഥ്യം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇത് ഒന്നാം ഘട്ടം, ആദ്യം നടപ്പിലാക്കേണ്ടത്. രണ്ടാമത്, പുതിയ ലോകക്രമം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആ പരിവർത്തിപ്പിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. അതൊരു പക്ഷെ ഒരു കൂട്ടം, അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അത്തരത്തിലൊരു കൂട്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരമൊരു കൂട്ടത്തെ പുതുതായി കണ്ടെത്താൻ പറ്റിയാൽ അങ്ങനെയാകാം, അല്ലെങ്കിൽ പുതിയൊരു കൂട്ടത്തെ ഉണ്ടാക്കാം. അതുവഴി നിങ്ങളുടെ ധർമ്മങ്ങളെ നടപ്പിലാക്കുക. ആ ധർമ്മത്തെ നടപ്പിലാക്കുന്ന സമയത്ത്
സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ സ്വാസ്ഥ്യം പതുക്കെ 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 വലുതായി വരും. നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മാറാൻ കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറി 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 ഒരു പ്രത്യേക അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ശരിയായ ധർമ്മത്തെ പാലിക്കാൻ കഴിയുകയും അത് നിങ്ങൾക്ക് സ്വാസ്ഥ്യവും ആരോഗ്യവും സമാധാനവും സന്തോഷവും തരികയും ചെയ്യും. കടലിന് നടുക്കാണ് നമ്മൾ കിടക്കുന്നത്. കരയിലാണ് ചെല്ലേണ്ടത് നമുക്കറിയാം. കരയിലെത്തും വരെ വെള്ളത്തിൽ കിടന്ന് നീന്തുക തന്നെ വേണം. അതേ ഉള്ളൂ മാർഗം. പക്ഷെ കരയിലാണ് പോകേണ്ടത്, കരയ്ക്ക് തന്നെയാണ് പോകേണ്ടത്. ഈ വെള്ളത്തെ ന്യായീകരിക്കലല്ല എന്റെ വഴി, കരയിലേക്ക് പോവുക തന്നെ വേണം എന്ന കാര്യം നമ്മൾ അറിയുകയും അംഗീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കരയിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് നമ്മൾ ആ നേരത്തെ പൊന്നി പറഞ്ഞതുപോലെ ഈ ഒരു കുട്ടകത്തിനകത്ത് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എടുത്ത് തവളയിട്ട തവള കിടന്ന് പൊള്ളി മരണപ്രാളം കാണിച്ച് ഒറ്റ ചാട്ടത്തിന് വെളിയിൽ വരും. പച്ചവെള്ളത്തിനകത്തേക്ക് ഒരു തവള ഇടുക, പച്ചവെള്ളത്തിൽ തവള സുഖമായിട്ട് കിടക്കും. എന്നിട്ട് പതുക്കെ കുട്ടകത്തിനെ എടുത്തിട്ട് ഈ പാത്രത്തിനെ എടുത്തിട്ട് ഒരു അടുപ്പത്ത് വെക്കുക. പതുക്കെ ചൂടാക്കിയാൽ ആ ചൂടാവുന്നതിനനുസരിച്ച് തവള എടുത്ത് സൂചിച്ച് കുറെ കഴിയുമ്പോൾ തവളയ്ക്ക് വെളിയിൽ വരാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിത്തീരും. തവള അവിടെ കിടന്ന് വെന്ത് ചത്തുപോകും. ഈ വെന്ത് ചാവലിന്റെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. മാറണമെന്നുണ്ടെങ്കിൽ, മാറ്റം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ തോന്നൽ വരാനുള്ള ഒരു കേൾവി കേൾക്കാനാണ് പ്രകൃതി നിങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാറ്റത്തിന് തയ്യാറാവുക ഇന്ന്, ഇപ്പോൾ. എന്നിട്ട് വാസനകളെയും ചോദനകളെയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശേഷികൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. നിങ്ങൾക്കുള്ള സ്വാസ്ഥ്യം കിട്ടുന്നുണ്ടോ പരിശോധിക്കുക. നിങ്ങളുടെ വാസനയ്ക്കും ചോദനയ്ക്കും അനുസരിച്ചാണ് നിങ്ങളുടെ തൊഴിലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ കൃത്യമായിട്ട് പ്ലേസ്ഡ് ആണ്. അതല്ല നിങ്ങൾക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറഞ്ഞതെല്ലാമാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പതിയെ അതിൽ നിന്ന് തിരിയുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ പോകുന്ന ആ ലോക വ്യവസ്ഥ, നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ തൊഴിൽ വ്യവസ്ഥ എത്ര കാലം നിൽക്കുമെന്നുള്ളത് പരിശോധിക്കുക. അധികാലം പോകില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ പണവിതരണ സംവിധാനം, ഈ അത്ഭുതബോധത്തിന്റെ സംവിധാനം അധികാലം നിലനിൽക്കില്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ, പിന്നെ നിങ്ങളുടെ അടിസ്ഥാന ജീവിതത്തെ നിലനിർത്താൻ വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക, അതിലേക്ക് തിരിയുക. സുസ്ഥിര ജീവനമാണ് ഇതിന് ആകെയുള്ള വഴി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കത് അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ തിരുത്തിത്തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തൊഴിലും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസത്തെ പരിചയപ്പെടുത്തുന്നത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഞാൻ അതിനെ ബാക്കി വിശദീകരിക്കാം. അത് ചോദ്യോത്തര സെഷനാണ്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി തരും, ചോദ്യങ്ങളില്ലെങ്കിൽ ഒന്നും പറയാനില്ല. നിരൂപണങ്ങളോട് കഴിഞ്ഞ് വേണം പോകാൻ. ചോദ്യങ്ങളുള്ളവർ ചോദ്യചിഹ്നം ചാറ്റ് ബോക്സിലിട്ട് അവരെ വിളിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.